കുള്ളന്മാർ കളിച്ച ഹൈറ്റിൽ എനിക്ക് കളിക്കാൻ കഴിയും. ഇതാണ് പ്രശ്നം. പൊങ്ങണില്ല ചേട്ടാ, പൊങ്ങണില്ലാന്നുണ്ടെങ്കിൽ വിളിച്ച് പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? ക്യാമൽ ഇങ്ങനെ, ക്യാറ്റ് ഇങ്ങനെ. ഇതല്ല സുഖല്ല. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് എണീക്കും. പൊട്ടിക്കാൻ അറിയോ? പിന്നെ ഞാൻ നന്നായിട്ട് ഓടി വെക്കും. നമുക്ക് മര്യാദക്ക് ഫുഡ് വരെ നമ്മള് കഴിക്കല്ലോ. ജാസി കൈയിട്ടിളക്കിയ ചായ വർക്കൗട്ടായിട്ട്. മേഹറിന്റെ മേഹർ എന്നാണോ മെഹു എന്ന് നിന്നെ എങ്ങനെ വിളിക്കും? ജാസി എന്ന് പറയുന്ന ഈ നാറി ക്യാമറ കണ്ടോണ്ടാണ് ഈ ബ്രെഡും സ്റ്റൂ എന്നെല്ലാം പറഞ്ഞിട്ട് ഇറക്കിയേ. ഈ അരിച്ചാക്കെടുത്ത് അതിന്റെ മുകളിലേക്ക് വെക്കുന്നതോട് കൂടി ആ മെഷീൻ കംപ്ലൈന്റ് ആവും. മെഹർ വിളിപ്പിക്കുന്ന മമ്മൂല. ചക്കേ തിരിച്ചു പറയടാ. നിന്നെ ചക്ക എന്ന് പറഞ്ഞോള് തിരിച്ചു പറ. 3 മാവ് ഉരുട്ടി, ഗോതമ്പ് മാവ് ഉരുട്ടി വെച്ച പോലത്തെ 3 സാധനങ്ങൾ ഇവന്മാരാണ് മേലനങ്ങാത്ത ടീംസ്. ചേട്ടാ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ഇവിടെയൊക്കെ ഉണ്ട്. താങ്ക് യു. പിന്നെ തല, ഇനി ഹിപ്പ്. ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. വിയേർഡ് ഫുഡ് എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? വിയേർഡ് അല്ല, എനിക്ക് പോർക്ക് ട്രൈ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. ഹായ് ഹലോ, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ മെഹർ. ആൻഡ് ഇന്ന് നമ്മൾ പതിവ് ഇന്റർവ്യൂ കാഴ്ചകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഗസ്റ്റിന്റെ വീടിന്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ തൊപ്പിയുടെ വീടിന്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു സമയം ഏകദേശം ഒരു 7 മണിയായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കാണെങ്കിൽ ഇന്ന് തൊപ്പീനെ കൂട്ടി നമുക്ക് ഒരുപാട് സ്ഥലത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ നമുക്ക് പോയി തൊപ്പീനെ കാണാം. ഓക്കെ, കം കം. എണീച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് പോയിട്ട് എന്താണ് ഇവിടുത്തെ രാവിലത്തെ കലാപരിപാടികൾ എന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതാണ് ഗൈസ് തൊപ്പിയുടെ വണ്ടി. തൊപ്പിയുടെ വണ്ടി ഭയങ്കര ഫേമസ് ആണല്ലേ? ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. തൊപ്പിയുടെ വണ്ടി ഭയങ്കര ഫേമസ് ആണ്. പിന്നെ അത് അവിടെ തന്നെ ഡോറിൽ തന്നെ MR തൊപ്പി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഷൂവിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഒരു ബാച്ചലർ ലൈഫിന്റെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. വെള്ളടിക്കാം. ഇപ്പൊ സമയമില്ല, പോയിട്ട് പിന്നെ ഇല്ല, ഞാൻ ഇവിടെ നിന്ന് കഴിക്കാന്ന് വിചാരിച്ചു. ഇല്ലല്ല, ഞാൻ പട്ടിണിയായിട്ടാ വന്നേക്കണേ. ഇല്ല, തൊപ്പി എന്താ രാവിലെ കഴിക്കണേന്ന് അറിയണമല്ലോ. ഓക്കെ. ഓ, ഇവിടെ ഹായ് ഹായ് ഗായ്സ്. എല്ലാരും രാവിലെ 7 മണിക്കൊക്കെ എണീക്കോ? രാവിലെ എണീച്ചതാണ്. സാധാരണഗതിയിൽ രാവിലെ എന്തൊക്കെയാണ് നിങ്ങളുടെ കലാപരിപാടികള്? ഓക്കെ, അപ്പം ഡേ വിത്ത് തൊപ്പി അല്ലെ. അപ്പൊ ഞാൻ രാവിലെ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് എണീക്കും. ഞാൻ പറയട്ടെ, 6 മണിക്ക് എല്ലാ ദിവസവും അല്ല, ചില പ്രത്യേക ദിവസങ്ങൾ, ഇങ്ങനെ ഷൂട്ടിലുള്ള ദിവസങ്ങൾ ഞാൻ രാവിലെ 6 മണിക്ക് എണീക്കും. രാത്രി ജിമ്മിൽ പോകും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ വഴിയെ ഞാൻ കാണിച്ചു തരാം. വഴി കാറില്ല, ജിമ്മിൽ ആരല്ല വരുന്ന? ഫസ്റ്റ് ഓഫ് ഓൾ ഇനി വേറെനോടായിട്ട് നമ്മളൊരു സത്യം തുറന്നു പറയാം. ഇവിടെ ആരും ജിമ്മിന്റെ പടി കണ്ടിട്ടില്ല. നമ്മള് എന്തായാലും ഡേ വിത്ത് തൊപ്പി തൊട്ടൊരു സംഭവം എടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങള് നമ്മള് കാണിക്കണമല്ലോ. അപ്പൊ നമ്മൾ മടിയന്മാരാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ജിമ്മിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ എന്തായാലും നമ്മള് ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് സത്യം പറഞ്ഞ നമ്മളെ ഫസ്റ്റ് ഡേ ആണ് ജിമ്മില്. അപ്പൊ ആൾക്കാരുടെ മിക്കവാറും അവിടെ പോകുമ്പോ എല്ലാവർക്കും നമ്മള് പുതിയതാ, മനസ്സിലാവും. നമ്മള് ആദ്യം വിചാരിച്ച നിങ്ങളോട് ഇത് പറയാണ്ട്
നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ജിമ്മ് എന്നുള്ള ലെവലിൽ പോവാന്നാ, പക്ഷെ ഇത് ക്യാമറയും കൊണ്ട് പോകുന്നതാണല്ലോ. അപ്പൊ അവിടെ കാണുന്ന എല്ലാവർക്കും നമ്മൾ പുതിയത് നിങ്ങൾ ആരെങ്കിലും വന്ന് സംസാരിച്ചാ മൊത്തം കൊളാവും. അതുകൊണ്ട് സംഭവം തുറന്നു പറയുന്നതാണ്. അപ്പൊ നമുക്ക് ജിമ്മിലേക്ക് അല്ല ജിമ്മില് പോണതിന് മുന്നേ പ്രീ വർക്ക്ഔട്ട് ഒന്നും കഴിക്കുന്നില്ല അങ്ങനെ അങ്ങനെയൊക്കെ പൊതുവെ ജിമ്മിൽ പോണവര് ഒരു പ്രീ സ്ഥിരമായിട്ട് ജിമ്മിൽ പോവാ. ഞാൻ പോവാറുണ്ട്, ഞാൻ കട്ടയാ. കട്ടയോ കണ്ടാ പറയൂല. അപ്പം പ്രീ വർക്ക്ഔട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല. അങ്ങനെ ഉണ്ടോ? നീ ഉണ്ടോ? ഇവൻ കഴിക്കാറുണ്ട്. നീ സ്ഥിരം ജിമ്മിൽ പോവാറുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? നമുക്ക് മര്യാദക്ക് ഫുഡ് വരെ നമ്മള് കഴിക്കല്ല. ജാസി കൈയിട്ടിളക്കിയ ചായ വർക്ക്ഔട്ട് ആയിട്ട് നമുക്കങ്ങനെ പ്രത്യേകിച്ച് പ്രീ വർക്ക്ഔട്ട് അങ്ങനത്തെ ഒന്നും ഇല്ലാന്ന് തോന്നില്ല. ഉണ്ടാവും. അല്ല ഇവൻ ഞാൻ പറയാൻ പറഞ്ഞു, ഇവൻ സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുന്ന ആളാണ്. കാണുമ്പോ തന്നെ അറിയാം കുറച്ച് ഫിറ്റ് ആണ്. ആര്? കുറച്ച്. അപ്പൊ നമുക്ക് ജിമ്മിലേക്ക് പോവാം. ജിമ്മിൽ പോവാണ്. ഇത് ഇടണ്ട. ഓക്കെ ഗൈസ്, അപ്പം നമ്മളെ ആദ്യത്തെ കലാപരിപാടി നമ്മൾ ജിമ്മിലേക്ക് വന്നത്. ഒന്ന് താക്കോൽ എടുക്കോ, വണ്ടിന്റെ താക്കോൽ. ഞാൻ ഓടിക്കണോ അതോ? തൊപ്പിയുടെ ഫാൻസ് ആണ്, ഫുൾ തൊപ്പി ഫാൻസ്. എന്താണ് ഫുൾ ഫാൻസ് ആണല്ലോ. അല്ല വേറൊരു പണി കിട്ടി. എന്തുറ്റി? ഞാൻ അവിടുന്ന് ഒന്ന് മാസ് കാണിക്കാൻ നോക്കിയതാ, മേല് മൊത്തം ചളിയായി. മൊത്തം ആ പുള്ളിന്റെ ക്യാമറയിലെല്ലാം കിട്ടിയിട്ടുണ്ട്. മൊത്തം വണ്ടിയിലും ചളി തെറിച്ച എന്റെ മേത്തൊക്കെ. ഞാൻ ഗ്ലാസ് അടക്കാൻ മറന്നുപോയി. അപ്പൊ ഇതാണ് നമ്മളെ ജിമ്മ്. നമ്മള് സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് വരുന്ന ജിമ്മാണ്. അപ്പൊ എങ്ങോട്ടാ? എന്താ എന്തേ തിന്നാൻ കണ്ട അങ്ങോട്ട് കയറിക്കോളും. അതിനെന്താ? അത് എന്താ ടിഷ്യൂ വാങ്ങോ? എന്നാ പെട്ടെന്ന് ഒരു സെക്കൻഡ് വാ. ടിഷ്യൂ ഉണ്ടോ? തൊപ്പിയുടെ മാസ്ക് കാണിക്കൽ അറിഞ്ഞ് ഇവരുടെ ഒക്കെ മേത്ത് ചെളിയായി. കാര്യം അകത്തോട്ട് എങ്ങനെ ചെളിയായി? ഞാൻ ഡ്രിഫ്റ്റ് ചെയ്ത് മാസ്ക് കാണിക്കാന്ന് വിചാരിച്ചു. എടാ ഒന്ന് പൈസ കൊടുത്തേ ആകുമ്പോ. മൊത്തം മാറി. ഇവിടെയൊക്കെ ഉണ്ട്. എന്നാ തുടച്ചോ. താങ്ക് യു. പിള്ളേരോ? കൊറേ പിള്ളേര് തൊപ്പിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് പുറത്ത് നിക്കുന്നുണ്ട്. പൈസ ഇതല്ല സുഖല്ല. എന്താ പേര്? ആ നമ്മളിവിടെ ജിമ്മിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തു, ഫ്രീ സൈസിൽ. ഇതല്ല സുഖല്ല. എന്താ പരിപാടി? സ്കൂളിൽ പോയി. ബസ്സില്ലേ? അതെന്താ ഇന്ന് സമര ആണോ? അപ്പൊ നടക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ജിമ്മ്. ഇവിടെയാണ് നമ്മൾ വർഷങ്ങളായിട്ട് വന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ അറിയോ തൊപ്പിക്ക്? എല്ലാം ചെയ്യാൻ അറിയാം. ഡെയിലി ഞാൻ ചെയ്യുന്നത്. അല്ല നിക്ക് അങ്ങനെയൊന്നുമല്ല. ആദ്യം ഇങ്ങനെ എന്തെല്ലോ ചെയ്യണം. ട്രെയിനർ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? അല്ല വർക്കൗട്ട് തുടങ്ങും നമ്മള്. ഇന്ന് നമ്മളെ ഫസ്റ്റ് ഡേ. ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നിനക്കറിയോ? അങ്ങനെയാണെങ്കിൽ നീ ട്രെയിനറായിട്ട്. അല്ല ഞാൻ പറഞ്ഞ ഗൈസ് ഇങ്ങോ. ഇപ്പം വീട്ടിൽ ഇനിയും ബാക്കി നമ്മൾ 3-4 പേരുണ്ട്. എന്നിട്ടും ഈ 3 എണ്ണത്തിനൊക്കെ തന്നെ ഞാൻ ജിമ്മിലേക്ക് കൂട്ടുന്നതിനൊരു കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ വീട്ടില് 3 മാവ് ഉരുട്ടി, ഗോതമ്പ് മാവ് ഉരുട്ടി വെച്ച പോലത്തെ 3 സാധനങ്ങൾ ഇവന്മാരാണ് മേലനങ്ങാത്ത ടീംസ്. ഈ 3 എണ്ണം. ഒരു ചാലഞ്ച് വെച്ചാലോ? ഒരു മാസം കൊണ്ട്, ഒരു മാസമല്ല, നീ നീയാണ് മെയിന്. എത്ര കിലോ ഉണ്ട് ഇപ്പൊ തൂക്കം? വെയിറ്റിംഗ് മെഷീൻ ഉണ്ടോ? എന്തിനാ? ആ വാ വാ വാ, നമുക്ക് എല്ലാവർക്കും വെയിറ്റ് നോക്കാം.
വരൂ 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 വരൂ. അങ്ങോട്ട് എടുക്കണോ? അവിടെ ഇവിടെ വെച്ചപ്പോ ഷൂരണം വെയിറ്റ് വെക്കുമ്പോ. ശൂരൻ നിർബന്ധം. ഷൂരൻ ഉണ്ടാവും ഒരു 5 കിലോ. 73.4. 73 കിലോ. മമ്മൂക്ക് ഈ അരിച്ചാക്കെടുത്ത് അതിന്റെ മുകളിലേക്ക് വെക്കുന്നതോട് കൂടി ആ മെഷീൻ കംപ്ലൈന്റ് ആവും ചിലപ്പോ. അങ്ങനത്തെ ഒരു കാര്യം. 79. അതെങ്ങനെ? എത്ര ഉണ്ടായിരുന്നു എനിക്ക്? ഇവൻ 10.85. ഇവനെ കാണാത്ത 100 ഇല്ലേ? പിന്നെ ഫോൺ ഉണ്ടാ? പോക്കറ്റിൽ ഫോൺ ഉണ്ടാ? ആ ഇല്ല, ഫോണില്ല കേട്ടാ. 79 അല്ലേ? ഞാന് എത്ര ഗസ്റ്റ് ചെയ്യണം? എത്രയാ? ഞാൻ 85 ഉണ്ടാവും. 55? 85 ഉണ്ടോ? എനിക്ക് ബോൺ വെയിറ്റ് ഉണ്ട്. ഓ ഞാനും മമ്മു ഒരേ ഇതാ. 78 കുറഞ്ഞ. അപ്പൊ കുറഞ്ഞ. ഞാൻ നല്ല തീറ്റിയാണ്. ഇനി റാംബോ. ഇനി റാംബോ ഈ കൂട്ടത്തിലെ നോക്ക്. റാംബോ ആണ് ഇവിടുത്തെ ബോഡി ഗാർഡ്. ഈ കൂട്ടത്തിലെ കൊമ്പനോടെ 120 കിലോ. ഒന്നോട് നോക്കാം. ഇല്ല ഇല്ല ഇല്ല, അത് ശരിയാവില്ല റാംബോ. നമ്മളെല്ലാരും നോക്കി. നീ മാത്രം നോക്കാണ്ടിരിക്കുന്ന മോശം. കേറ് 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 കേറ്. ഇവനൊരു 200-300 കിലോ കഴിഞ്ഞ ഇപ്പൊ ഒരു പുക വരും. ഇപ്പൊ ഒരു പുക വരും. 400. 108. ഓ കുറഞ്ഞ്. എല്ലാരും വെയിറ്റ് കുറഞ്ഞല്ലോ. നിങ്ങൾ എന്തെങ്കിലും ഡയറ്റ് എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? നമ്മള് ഡയറ്റ് ചെറുതായിട്ട് കുറച്ച് ഡയറ്റ് എല്ലാം ചെയ്യുന്നുണ്ട്. ഷുഗർ കട്ട് ഉണ്ട്. പിന്നെ മറ്റേ ജിമ്മിൽ നമുക്ക് കുറെ ഡയറ്റ് പ്ലാൻ തന്നിട്ടുണ്ടായിരുന്നു. Come on guys, അപ്പൊ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോവാണ്. ഓപ്പോസിറ്റ്. ഇവന് ഇത് ബൈസെപ്സിനൊക്കെ മസിൽ കിട്ടാൻ വേണ്ടിട്ടാ. പിന്നെ അടുത്തത് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ തല. ഇനി ഹിപ്പ്. ഇതെന്താ ഇളക്കണം? വേണ്ട, ഞാൻ പോവാ. എടാ താനെങ്ങനെ പോണേ? നല്ലോണം അനങ്ങിക്കോട്ടെ, തടിയങ്ങ് കുറയട്ടെ. ഓക്കെ, ഇനി കാല്. അതന്നെ. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. തല ഇറങ്ങി ഇപ്പൊ തന്നെ. അതിന് മാത്രം ഞാൻ ചെയ്തിട്ട് 3 മിനിറ്റ് നമ്മള് ചെയ്തിട്ടുള്ളൂ. 5 മിനിറ്റ് റെസ്റ്റാ. ഓനെന്തോ വേണം പോലും. എന്തുകൊണ്ട് ചായയും പരിപ്പൊടിയും ഇനി കാല്. ഇല്ല, ഇപ്പൊ വെള്ളം കുടിക്കാൻ പാടില്ല. വാമപ്പൊക്കെ കഴിഞ്ഞിട്ട് വേണം വെള്ളം. ഇനി ഇങ്ങനെ കാല്. അല്ല, ഇനി മുട്ടുകുത്തിക്കോ. കാറ്റും ക്യാമലും ചെയ്താലോ? കാറ്റും ക്യാമലും ഉണ്ട്, അത് അടിപൊളിയാ. മുട്ടുകുത്തി. നീ അല്ലെങ്കിൽ തന്നെ ഒരു ഒട്ടകത്തിനെ പോലെ ഉള്ളത്. അങ്ങനെ കാറ്റ് എങ്ങനെയാ കാണിച്ച? ക്യാമൽ ഇങ്ങനെ, കാറ്റ് ഇങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ. ആദ്യം ഇങ്ങനെ നിക്ക, ബാക്കിലേക്ക് ഇങ്ങനെ നിക്ക. ഓക്കെ, പോടാ, ഞാൻ സ്ട്രോങ്ങാ. ഇല്ല ചേട്ടാ, ഞാൻ 40 വെച്ച് ചെയ്യാറുണ്ട്. ഞാൻ സ്ട്രോങ്ങാ. എടാ നോക്ക്, ഇത് ഇങ്ങനെ വലിച്ചിട്ട് മുഖത്തിന്റെ അടുത്തോട്ട് വരും. ഇതിങ്ങനെ 44 അല്ല 20 ഉണ്ട്. കണ്ട, ഇങ്ങനെ ചെയ്യണം. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഈ കുട്ടിയുടെ ഹൈറ്റിന് ഒന്നാക്കി കൊടുക്കോ? നിന്റെ ഫേസിന്റെ മുഖത്തിന്റെ. വെയിറ്റ് കൂട്ടണോ? കൂടുതൽ. ഇവള് നമ്മളെ കൊല്ലാൻ കൊണ്ടുവന്ന മനസ്സിലാ. ഇവക്ക് പിന്നെ നിന്നോട് അങ്ങനത്തെ ഇതൊന്നുമില്ല. അതുകൊണ്ട് നിന്നോട് എടുത്തോന്ന് അറിയുന്നു. 200 കിലോന് ഇവള് എടുപ്പിക്കും. ഇതൊക്കെ സിമ്പിളാ. നോട്ടെ, മസിൽ കൂടിയോ? നോക്ക്, ഇങ്ങനെ പിടിച്ചേ. ഇതെന്ത്? ഇത് ചക്ക. തിരിച്ചു പറയടാ, നിന്നെ ചക്ക എന്ന് പറഞ്ഞോള്. തിരിച്ചു പറ. റാംബോ, അയ്യേ ഇങ്ങനല്ലേ? അങ്ങോട്ട് പറ.
മനസ്സിലായി ഈ പണ്ടാറിന്റെ തൊപ്പി മൂക്കിന്റെ നേരെ ആക്കണം പൊക്കണം. ഈ കുള്ളന്മാർ കളിച്ച ഹൈറ്റിൽ എനിക്ക് കളിക്കാൻ കഴിയും. ഇതാണ് പ്രശ്നം. പൊങ്ങണില്ല ചേട്ടാ. പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? എടുത്തു ആയാലും മതി, അത് മതി. ഫേമസ് യൂട്യൂബർ നടുവിളക്കി. ഒന്നുമില്ല മോനെ, ഒന്ന് രണ്ട് അടി അടിക്കട്ടാ, പിന്നെ അടിക്കാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ. ഓക്കെ. അപ്പൊ തൊപ്പി രാത്രി ഒന്നും അധികം ഉറങ്ങാറില്ലല്ലോ, അപ്പൊ ഹെൽത്ത് ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാ? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പണ്ട് മുതൽ തന്നെ നമ്മൾ ഗെയിമേഴ്സ് രാത്രി ഉറങ്ങൂല പൊതുവെ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഗെയിം കളിക്കുന്ന ആൾക്കാർ രാത്രി ഉറങ്ങൽ കുറവായിരിക്കും. രാവിലെ അല്ലെങ്കിൽ ഒരു 5 മണിക്ക് പുലർച്ചെ ഒരു 5 മണി 4 മണി ആ സമയത്തായിരിക്കും ഗെയിമേഴ്സ് പൊതുവെ ഉറങ്ങുക. എന്നിട്ടൊരു ഉച്ചക്ക് എണീക്കും. അതാണൊരു പ്രോപ്പർ സൈക്കിൾ നമുക്ക്. അല്ല നമുക്കാ, നീയില്ല, സോറി, യുവന്മാരങ്ങനത്തെ ടീമല്ല. അപ്പൊ ഹെൽത്തിന് നമുക്ക് ഇതുവരെ അങ്ങനെ പ്രശ്നം തോന്നിയിട്ടില്ല. എല്ലാവരും പറയും അങ്ങനെ രാത്രി പ്രോപ്പർ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതുവരെ എന്തിനു ടെസ്റ്റ് അല്ല, പൊതുവെ ഒരു ബോഡി ചെക്കപ്പ് എന്തെങ്കിലും? അല്ല, എനിക്ക് ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളോ രോഗങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ചെക്ക് ചെയ്യേണ്ടതൊന്നും വന്നിട്ടില്ല. ഇനി എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യണോ? ഫസ്റ്റ് ഡേ ഇത്ര മതിയില്ലേ? മതി. ഫസ്റ്റ് ദിവസം കുറെ ചെയ്യാൻ പറ്റില്ല. മേല് വേന എടുക്കും. നാളെ ഉറങ്ങി എണീക്കുമ്പോൾ മേല് വേന എടുക്കും. ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ ജിം സെഷൻ. ഇനി നമ്മളെ ഡേവിഡ് തൊപ്പിയിലെ 2ാമത്തെ സെഷൻ. അല്ല, ഇതിപ്പോ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാത്തൊരു കാര്യം ആഡ് ചെയ്തതാണ്. ഇനി നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് അടുത്ത പ്രാവശ്യം തൊപ്പി കാണും. വർക്കൗട്ട് തിന്നാൻ പുതിയ ട്രിക്ക് ഇടണം. അതൊക്കെ പ്രീ വർക്കൗട്ട് ആയിട്ടാ കഴിക്കണ്ടേ? പഴമൊക്കെ, പഴവും പീനട്ട് ബട്ടറും. പ്രീ വർക്കൗട്ട് മാത്രമേ ചെയ്യുള്ളൂ, അതിനുശേഷം വരൂല. അപ്പൊ ജിമ്മ് കഴിഞ്ഞ് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് സെഷനിലേക്കാണ്. നമ്മളെ ആവേശമായാലും എല്ലാത്തിനും നമ്മള് പണ്ട് പുറത്തുനിന്ന് കഴിച്ചോണ്ടിരുന്നത്. പിന്നെ നമ്മളെ കുക്ക് വന്നതിന് ശേഷം വീട്ടിൽ നിന്ന് തന്നെ കുക്ക് നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കും. നമ്മൾ ജാസി, നമുക്ക് ജാസിന്റെ ഫുഡ് പോയിട്ട് കഴിക്കാം. ഓക്കെ. ഈ സ്ഥലത്തിന്റെ പേര് നോക്കിയാ, ഇതാണ് നമ്മളെ നാട്. ഇതാണ് മാവ്, പുനംമാവ്. കൂനിട്ടുള്ള ഒരു മാവ്. പുനംമാവ് എന്ന് പറയുമ്പോൾ ഷെമീറിന്റെ മുഖം ഓർമ്മയായിരുന്നു. എല്ലാം കഴുകാൻ മച്ചാനെ. സ്വന്തം വീട് വില ഉണ്ടോ? അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണല്ലേ. ഇതെന്താ, ഞാൻ ഒരു കാര്യം കേൾക്കട്ടെ, നിങ്ങളെന്താ ആരാന്റെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വന്ന പോലെ? ഇതെന്താ ക്യാമറ, 2 ക്യാമറ ഇവിടെ ആഡ് ആയിരുന്നേ ഉള്ളൂ. ഇവിടെ വേറെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതെന്തോ വേറെ ഏതോ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വന്ന പോലെ ഇവരെല്ലാം പെരുമാറുന്നത്. എന്താ പറ്റിയേ? പൊതുവെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്താണ്? പൊതുവെ എന്ത്, ഇത് ക്യാമറ കണ്ടോണ്ടാണ് ഈ ജാസി എന്ന് പറയുന്ന ഈ നാറി ക്യാമറ കണ്ടോണ്ടാണ് ഈ ബ്രെഡും സ്റ്റൂ എന്നെല്ലാം പറഞ്ഞിട്ട് ഇറക്കിയത്. ഇവൻ പരിപ്പും ആകണ്ടാക്കാറുണ്ട്, മീൻകറിയും പരിപ്പും അറിയാതെ ഇവൻ നമ്മളെ തീറ്റിക്കല്. ഈ നാടൻ കെട്ടവര് ഇതുവരെ നമുക്ക് സാധാരണ നമുക്ക് എന്താണ് ഉണ്ടാക്കി തരില്ലേ? ഇഡ്ഡലി, ചട്നി, മസാല ദോശ ഇവൻ ഉണ്ടാക്കാറില്ല. ഇവൻ ദോശ ഉണ്ടാക്കും, ഇതിനൊരു സാമ്പാർ ഉണ്ടാക്കും, 2 കൂടി ചുരുട്ടി പിടിച്ചോ എന്നിട്ട് മസാല ദോശ. അല്ല, സ്റ്റൂ നമ്മൾ ഉണ്ടാക്കിയില്ലേ മോനെ? പെട്ടെന്ന് ചവിട്ടി കയറ്റിക്കോ പെട്ടെന്ന്. സോറി, വേറെ പ്ലേറ്റിൽ ഇതില്ല, കറി വേറെ വേണ്ടി വരും സാധാരണ.
ഈ ദാമു വേറെ ദാമു മോനെ കറിയെല്ലാം വേറെ ഉണ്ട് ദാമു മതിയോ? കുറച്ച് ഗ്രേവി. നീ ഇതെടുക്ക പ്ലാസ്ക് ഇതെടുക്ക കഴിച്ചോക്ക് ജാസിയുടെ കറിയൊക്കെ ഫുഡ് എങ്ങനെ ഉണ്ടോ? ഫുഡ് പറഞ്ഞ ആണോ? ഞാൻ വിളമ്പി തരാം മോനെ. സാധാരണ ഉണ്ടാക്കുന്ന ഇത് തട്ടുള്ളേ ആ ദോശ, എന്താ വേണ്ടേ? ആ സാമ്പാറും, ആ ആ മീൻകറിയും, ആ ആ ചപ്പാത്തി അതെല്ലാം ഉണ്ടാക്കിയാ പോലെ. ഇവൻ എന്തിനാന്ന് വലിയ ക്യാമറയുടെ മുന്നിൽ മാസ് കാണിക്കാൻ വേണ്ടി എനക്ക് ഇതെല്ലാം ഉണ്ടാക്കാൻ അറിയാം. നല്ല ടേസ്റ്റ്. ഇല്ലേ? അത് മതി. ആ കൊഴപ്പല്ല. പക്ഷെ നിന്റെ മറ്റേന്റെ അത്ര ടേസ്റ്റ് മോനെ. തൊപ്പി എന്തെങ്കിലും വിയേർഡ് ഫുഡ് എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? വിയേർഡാ? വിയേർഡല്ല, എനിക്ക് പോർക്ക് ട്രൈ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. മെയിൻ സാറാമാന്നല്ല നമുക്ക്. നീ മുസ്ലിം അല്ല? ആ നമുക്ക് ഞാൻ മറന്നു വന്നത്. സോറി. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കുറെ ആൾക്കാർ ടേസ്റ്റിനെ കുറിച്ച് ഭയങ്കര പൊക്കി പറയുന്ന സംഭവമാണ് ഈ പോർക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല. തൊപ്പി കുക്ക് ചെയ്യാറുണ്ടോ? ആ ഞാൻ ജാസിന്റെ കൂടെ അടക്കം കൂടും. രാത്രി വിശന്ന ഒരു 4 മണിയെല്ലാം ഫുഡ് നോർമലി നേരത്തെ കഴിച്ച് കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുമ്പോ ഓൾറെഡി എടുത്തു വരും. ഞാൻ ചായ കുടിക്കാറില്ല. കുടിച്ചോ. എന്താ കട്ടൻ? എന്നിട്ട് എന്തൊക്കെ ഉണ്ടാക്കാറ്? ഞാൻ വെലിങ്ങനൊന്നും കറികളൊന്നും ഉണ്ടാക്കൂല. ഓംലേറ്റും സാധനങ്ങളും അങ്ങനെ. കാറ് കഴുകാൻ റെഡി ആയിട്ടുള്ള ആളാരാ ഇവിടെ? കാറ് കഴുകാറ് എന്റെ ഒരു അഭിപ്രായത്തില് മമ്മു കഴുകണമെന്നാണ്. എപ്പോഴും മമ്മ കഴുകില്ല. നമ്മളെപ്പോഴും കഴുകാറ്. ബാങ്ക് കുറച്ച് ഞാൻ ടൈം ഇട്ടാൽ കുഴപ്പമില്ല. ഞാൻ കാര്യം പറ്റാം, ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരവില്ല. ആ റാമ്പോ എന്താ മുട്ട കഴിക്കാത്ത? ഇത് കഴിക്ക്. അന്ന് കണ്ടതിലേക്കാട്ടിലും മമ്മു ക്ഷീണിച്ചിക്കണേ. കുറച്ച് കഴിക്ക്. ഇവിടെ പട്ടിണിക്കിട്ടേക്ക് ചെയ്യുന്നു. ഉച്ചക്കത്തെ ഫുഡ് എന്താ? ബിരിയാണി ആക്കോ? ഞാൻ കഴിച്ചടാ, കുറെ കഴിച്ചു. ചെമ്മീൻ ബിരിയാണിയോ? അങ്ങനെ മുട്ട വേറെ ചട്ടയല്ലേ? കട്ടയാണ്. ഓൾറെഡി ഞാൻ കട്ടയാണ്. എന്നെ പോലെ കട്ടയാവാൻ വേണ്ടിട്ടാ നിനക്ക് പറഞ്ഞത്. കഴിച്ചോ. നീ ഇങ്ങനെ കൂടുതൽ മുട്ട കഴിക്കുന്നുണ്ട്. ഇല്ലെന്ത് മുട്ട മുഖം അയ്യോട്ടാ. നമുക്ക് മനസ്സിലായല്ലോ ഓളോളം പൊക്കി പറഞ്ഞെന്ന് വിചാരിച്ചേ. ഇല്ല അയ്യണ്ട, ഞാൻ അങ്ങനെയല്ല വിചാരിച്ചേ. മുട്ട മുഖം എന്ന് പറയുമ്പോ എന്താ ഒരു ഉരുണ്ടട്ടൊരു മുഖം എന്നല്ലേ ഉദ്ദേശിച്ചേ? എന്റെ പേര് മുട്ടായിരുന്നു. ആ അപ്പൊ കുഴപ്പമില്ല. ശരിയായിട്ടൊരു ബോണ്ട പോലെ ഉണ്ട്. ഇനി കൗണ്ടർ കഴിക്കാതെ മമ്മ ഭയങ്കര ഒതുങ്ങിയിരിക്കുന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞല്ലോ. ഓക്കെ എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. പെട്ടെന്ന് വണ്ടി കഴുകുക, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പുറത്തു പോകാനുള്ളതാണ്. പെട്ടെന്ന് വണ്ടി കഴിക്കും. എടാ മഴ, മെഹർ നനയട്ടെ, മെഹറിന്റെ മേക്കപ്പ് എല്ലാം ഒലിച്ചു പോട്ടെ. ഇന്നത്തെ പരിപാടി ഔട്ടിംഗ് വിത്ത് മെഹർ. എടാ മുത്ത പെട്ടെന്ന് വണ്ടി കഴിക്കോ. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മഴയത്ത് വണ്ടി കയറുന്നതിന്റെ ലോജിക്ക് എന്താ? മഴയത്ത് ഇറക്കി ഇട്ടാ പോരെ? മഴയത്ത് ഇറക്കി ഇട്ടാ ഇതൊന്നും പോവില്ല, ഈ ചളിയൊന്നും പോവില്ല. അല്ല ഇറക്കി ഇട്ടാലോ? നീ മഴ തന്നെയോ? എനിക്ക് പനി വരും തൊപ്പി. ഇന്ന് ഫുൾ ഡേ തൊപ്പിടൊപ്പം നടക്കണ്ടേ, അപ്പൊ പിന്നെ പനി വന്നു കഴിഞ്ഞാൽ എന്താക്കും? മോനെ ഓസ് എടുക്ക്, കഴുക. ടെൻഷനായി. ഞാൻ ഒരു കാര്യം പറയാം, നമുക്കിത് വണ്ടി കുറച്ച് വെള്ളോട്ടിട്ട് മഴയത്തങ്ങ് ഇടാം. ഇവന്മാര് കവിക്കോളും. മനസ്സിലാവും? നിനക്ക് പനി പിടിക്കുന്നില്ല, എനിക്കും പനി പിടിക്കും. വാ മമ്മോ കഴുകടാ. ജാസി വാ. എടാ വെള്ളം മോനെ, ഇത് മഴയാന്ന്. അവിടെ പോയി വരച്ചാൽ തന്നെ ഇതാ. ഞാൻ ഇറക്കണം. എടാ എനിക്ക് തലയിലിടാൻ തീർത്താ. ഞാൻ കഴുകാലോ. മോളെന്താ നോക്കിയിരിക്കുന്നത്? പെട്ടെന്ന് വരക്ക്. എടാ തുണി കൊടുത്ത വരച്ച് കഴുക. പിന്നെ ഇവിടെ വന്നിട്ട് പണിയെടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് വരച്ച് കഴുക. ഞാൻ
ഓസ് അടിക്കാം. ഓസ് അടിക്കാം. ഓസോട് നേരത്തെ കടിക്കരുത്. മേറിന് ഓസ ഇഷ്ടം പോലും. അതെന്താ? നിങ്ങളെ മൈക്കാന്നല്ല എന്റെ അല്ലതാ. ക്യാമറമാനെ ഡയറക്ടറെ കണ്ടോ, ഞാനല്ല. ഇതെത്ര 50,000 രൂപയുടെ മൈക്കാണ്. സോറി തൊപ്പി. എനിക്കറിയില്ല, എന്റെ അല്ല, നിങ്ങളുടെ മൈക്കാണ്. മേറ് ഡാമേജ് ആക്കിയിട്ടുണ്ട്, മൈക്ക് ഡാമേജ് ആക്കിയിട്ടുണ്ട്. മമ്മു ഇവിടെ എടാ. അടുക്ക്. തുണിയെടുക്കുന്നുണ്ട്. തുണിയില്ലാണ്ട് ഞാൻ താമസം. അത് കുഴപ്പമില്ല. വണ്ടി ഇത്ര എന്താക്കിയ മേത്തോ ഇതാക്കിയ ചളിയാക്കിയോ? എന്തിനാടിയേ ചെളിവാരി അറിഞ്ഞ്? ആ സ്ഥിരം പരിപാടിയാ. അതെ, വണ്ടിയെല്ലാം കഴിക്കഴിഞ്ഞാൽ നല്ല കുട്ടപ്പനായിട്ടുണ്ട് വണ്ടി. ആയില്ല പോവല്ലേ? ഇനി നമ്മൾ പുറത്ത് പോകുന്നു. ഇനി ഷോപ്പിങ്ങിനോ? അല്ല, ഷോപ്പിങ്ങിനല്ല, നമുക്ക് എവിടെ പോകും? നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് പുറത്ത് പോയിട്ട്. നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് സോപ്പി ഫുട്ബോൾ കളിക്കാൻ പോവാം, പിന്നെ ഷോപ്പിങ്ങിന് പോവാം, പിന്നെ എന്തിനു പോവാം, പിന്നെ എവിടെ പോകും? മമ്മോ എവിടെ പോകണം പറ? ഫുഡ് കഴിക്കാൻ പോണോ അതോ കളിക്കാൻ പോണോ? ആ, ഫുഡ് കഴിച്ച് ഷോപ്പിങ്ങിന് പോവാം. ഓക്കെ. ആ, പിന്നെ നമുക്ക് സോപ്പി ഫുട്ബോൾ കളിക്കാൻ പോവാം. പിന്നെ എനിക്കൊന്ന് അതിന്റെ ഇടയിൽ എനിക്കൊന്ന് ബാങ്കിൽ കയറണം. പോകുന്നതൊക്കെ എനിക്കൊന്ന് ബാങ്കിൽ കയറണം കേട്ടോ. എങ്ങനെ മെഹർ വിളിപ്പിക്കുന്ന മമ്മൂല? ഓക്കെ, അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോ എങ്ങോട്ടാ നമ്മള് പോകുന്നേ? നമ്മളിപ്പോ നേരെ എന്താ ഷോപ്പിംഗാ? ഓക്കെ ഓക്കെ ഓക്കെ. ഷോപ്പിങ്ങിന് പോകുന്നു. നമ്മള് ബാങ്കിൽ ഒരു ചെറിയ എനിക്കൊരു ആവശ്യമുണ്ട്, അതിന് പോകുന്നു. പക്ഷെ അങ്ങോട്ടൊന്നും നമുക്ക് ക്യാമറയും കൊണ്ട് കയറാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഷോപ്പിങ്ങിന് പോവാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കാൻ പോവാം. മറ്റേ സോപ്പി ഫുട്ബോളും മറ്റേ റേഞ്ച് റൂം അങ്ങനത്തെ എല്ലാം കളിക്കാൻ പോവാം നമുക്ക്. എവിടെങ്കിലൊക്കെ പോകും. പക്ഷെ ക്യാമറ അലൗഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ പോയില്ല. അപ്പൊ പിന്നെ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പബ്ബിലൊന്നും ക്യാമറ കയറ്റൂലല്ലോ. അങ്ങനത്തെ സ്ഥലത്തൊന്നും ഇനിയും കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക്, ക്യാമറ അലൗഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോവാം. തൊപ്പിയുടെ കാറിൽ ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളത്? അതിനകത്ത് എന്തെല്ലാം ഉണ്ട്. നോക്കണേ പ്രശ്നമുണ്ട് ഇവിടെ. ഇതൊക്കെ അങ്ങനെ മൊത്തമായിട്ട് നോക്കണ്ട, അങ്ങനെ മൊത്തമായിട്ട് അരിച്ചു വെറുക്കണ്ട. കാര്യങ്ങളിലുണ്ട് നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ട. നമുക്ക് കൂടുതലും ഇങ്ങനെ വള്ളികൾ വരും, ഇടക്കിടക്ക് ഇടങ്ങാറുകൾ വരും, മനസ്സിലാവും. അപ്പം ഒരു സേഫ്റ്റിക്ക് വേണ്ട. പൊട്ടിക്കാൻ അറിയോ? ആ, പിന്നെ ഞാൻ നന്നായിട്ട് ഓടി വെക്കും. പിന്നെ കൊച്ചിയിലെ നമ്പർ 1 വെടിവെപ്പായിരുന്നു. കേരളത്തിലൊട്ടുമിക്കല്ല. ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. തൊപ്പിയുടെ ഫാൻസ്. അയ്യോ, തൊപ്പിയെ കണ്ടപ്പോ എനിക്ക് വയ്യ.
സാധാരണ പുറത്തിറങ്ങും. മേറിന്റെ ജീവിതം പറ. എന്റെ ജീവിതം നമ്മളെ ജീവിതം കൊറേ സമയല്ലേ രാവിലെ എണീക്കുന്നു, ഷൂട്ടുള്ളപ്പം പോയി ഇന്റർവ്യൂ എടുക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ജിമ്മിൽ പോകുന്നു, കിടന്നുറങ്ങുന്നു. വളരെ സിമ്പിൾ ലൈഫ് ഉണ്ട്. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ലൈഫ് ഒന്നുമല്ല. നിങ്ങളുടെ ലൈഫ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളാ. അപ്പൊ ഫോട്ടോ എടുക്കാൻ ഇതെല്ലാം ആൾക്കാർ വരില്ലേ? ഫോട്ടോ എടുക്കാനോ ഞാനങ്ങനെ സെൽഫി അങ്ങനെ പുറത്തു പോകുമ്പം അങ്ങനെ. പക്ഷെ നിങ്ങളുടെ അത്ര ഇല്ലട്ടോ, തൊപ്പീന്റെ അത്ര ഒന്നും ഇല്ല. എന്നാലും ആൾക്കാര് വരും, മിണ്ടും, സംസാരിക്കും, അങ്ങനെയൊക്കെ ശീലമുണ്ട്. ഇനിയിപ്പോ ഞാൻ ഏറി കയറും, എനിക്ക് വയ്യ. ഓക്കെ, ഇതിൽ ഇവിടെ എന്തിനകത്ത് പറ്റാ? അതിനകത്തൊന്നുമില്ല. ഓക്കെ, ഇത് നമ്മള് വെച്ചില്ല അല്ലേ? ഇല്ല, തൊപ്പി ബാഗ് അത് വേണം, അത് വേണം. വേറെ അത് ഭയങ്കര ഫ്ലെക്സിങ് ആയി പോവും. അത് വേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, വാട്ട്സ് ഇൻ തൊപ്പീസ് ബാഗ്. ഇതാണ് തൊപ്പിയുടെ, ഇതാണ് തൊപ്പി എപ്പോഴും പുറത്തു കൊണ്ടുവന്ന ബാഗ്. അതെ അതെ അതെ. ഈ ബാഗ് തുറന്നു നോക്കുന്നതിൽ തൊപ്പിക്ക് വിരോധം. വാട്ട്സ് ഇൻ മൈ ബാഗോ? അത് വേണ്ട. ഗണ്ണ് വയ്ക്കാൻ ബാക്കിയെല്ലാം എടുത്തോ. ഓക്കെ ഓക്കെ, നോക്കട്ടെ. വേണ്ട, അതില് നിന്റെ ഇഷ്ടം. 5, 10, 15, 20, എണ്ണാനല്ല അറിയാലോ. 25, 30. 30,000 എത്ര? 30,000 ഇതെന്തൊരു എത്രയാ? അതൊന്നും എനിക്കറിയില്ല. നിക്കപ്പൊ എണ്ണ, നിക്കൊരു കെട്ട് എണ്ണ എത്രയാണെന്ന് മനസ്സിലായി. തീരെ വിവരം കുറവാ അല്ലെ? നീ കുറച്ച് അങ്ങനല്ല. ഇത് നോക്ക്, ചിലപ്പോ ഇത് എത്ര ഇതിന്റെ കെട്ടാ നമുക്ക് പറയാൻ പറ്റില്ല. നീ ഒരു ഏകദേശം ഓക്കെ ഒരു ഗെയിം കളിക്കാം. എത്ര കെട്ട്? ഒരു ഗെയിം കളിക്കാം. നിങ്ങൾ ഡെയിലി 30,000 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? നീ ഇങ്ങനെ ഒന്ന് ഇതാക്കിട്ട് കട്ടിയാക്കിട്ട് കാണിച്ചോ. 5. അങ്ങനെ എണ്ണരുത്, അങ്ങനെ എണ്ണരുത്, ഏകദേശം പറയോ. ഇത് എത്രയാ? 50,000 ആണോ? 50,000. 50 അറിയാം, വെറുതെ അഭിനയിക്കാ. 50 അല്ലെങ്കിൽ 10 പറയാൻ പറ്റില്ല. എനിക്ക് സീരിയസ്ലി ഞാൻ ഇത്ര പൈസ ഒന്നും കണ്ടിട്ടില്ല. എന്നാലും വെറുതെ പറയുന്ന. നീ എത്ര കൊല്ലായി എന്റർടൈൻമെന്റ് ഫീൽഡില്. നമ്മക്ക് അറിയാം. നിക്കല്ല എത്ര സാലറി ഉണ്ടാവുന്നല്ലോ. നമ്മക്കൊരു ഐഡിയ ഉണ്ട് അല്ല. നമ്മളെ കൊറേ പൊട്ടന്മാരാക്കല്ല. 50, 1 lakh, 1.5, 2, 2.5, 3. 3 ലക്ഷം. ഇതിനാണോ ബാങ്കിൽ പോകുന്നത്? അതെ അതെ. ഓക്കെ, അപ്പൊ ഇതാണ് തൊപ്പിയുടെ വാട്ട്സ് ഇൻ മൈ ബാഗിൽ മെയിൻ സാധനം. പിന്നെ ഇതിനകത്ത് അതെന്താ ചെക്ക് ബുക്ക് അത്രേ ഉള്ളൂ. 2 തൊപ്പി, മറ്റേ വേറെ സാധനങ്ങളൊന്നും ബാഗിൽ കൊണ്ടുപോയി നടക്കലില്ല. ഒന്നും ബാഗിൽ കൊണ്ടുപോയി നടക്കലില്ല. പൈസ മാത്രം. അല്ല, ആണുങ്ങളെ ബാഗുകളിൽ അങ്ങനെ ലിപ്സ്റ്റിക് ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമല്ലേ ഉണ്ടാവും. പക്ഷെ തൊപ്പിയുടെ ഐ ഡി കാർഡിൽ പക്ഷെ പോക്കറ്റില്ല. പിന്നെന്താ, ജോൺസൺസിന്റെ ബേബി ഓയിലാണ് ഇപ്പോഴും ഉപയോഗിക്കാറ്. അതെന്താ? അത് കണ്ടോ? അതുണ്ടായില്ലേ? ജോൺസൺസ് ബേബി ഓയിലാ ബേബി ഓയിൽ നോക്കട്ടെ, കാണിച്ചേ. ഇത് പറ, തൊപ്പി ജോൺസൺസ് ബേബി ഓയിൽ ഉപയോഗിക്കാറില്ലേ? പിങ്ക് കളർ മൂടിയുള്ള. അതെങ്ങനെ അതില് വന്നു? എന്റെ റൂമിന്ന് കണ്ട്. അല്ല, അത് ഉപയോഗിക്കാറില്ലേ? ഞാനോ? അത് എന്റേതല്ല, പിന്നെ മുനുവിന്റെ. നിങ്ങളൊക്കെ ബേബി ഓയിലാണ് കുളിക്കാറ്. മുനു അങ്ങനത്തെ ഒരു പാൽക്കുപ്പിയാണ്. പാട്ടൊന്നും വെക്കാറില്ല നിങ്ങള് കാറില് സഞ്ചരിക്കുമ്പോ? എനിക്ക് പരികെ മായൂസ് ഹേ കഴിഞ്ഞ ഗർജിക്കുന്ന സിംഹം. ഓക്കെ, തൊപ്പിനെ നിഹാദ് എന്ന് വിളിക്കണാണോ തൊപ്പി എന്ന് വിളിക്കണാണോ തൊപ്പിക്ക് കൂടുതൽ ഇഷ്ടം കേൾക്കാൻ? എനിക്ക് എന്ത് വേണേലും വിളിക്കാം. അങ്ങനെയല്ല, എന്നാലും തൊപ്പിക്ക് ഉണ്ടാവുമല്ലോ ഇങ്ങനെ വിളിക്കണാണ് എനിക്ക്. എന്നെ ചില ആൾക്കാർ, അങ്ങനെ കുറെ ആൾക്കാരൊന്നുമില്ല, വളരെ കുറച്ച് ആൾക്കാർ, ഉണ്ടാവുന്ന ആൾക്കാർ മാത്രം എന്നെ നിഹാന്ന് വിളിക്കും. നിഹാദ് അല്ല, നിഹാന്ന് വിളിക്കും. ചില ആൾക്കാർ വിളിക്കും. പക്ഷെ നീ എങ്ങനെ വിളിക്കണ്ട. അപ്പൊ പറഞ്ഞത് അത് ഇഷ്ടമുള്ളവർ മാത്രം വിളിക്കും. നീ തൊപ്പിന്ന് വിളിച്ചാ മതി. അങ്ങനെ വിളിക്കുള്ളൂ. എന്നാലും തൊപ്പി നമ്മളൊരു വേറെ കാണലാണ്. എന്നാ ഞാൻ ചോദിക്കട്ടെ, മെഹറിനെ മെഹർ എന്നാണോ അതോ മെഹുവോ? എന്താ നിന്നെ അങ്ങനെ വിളിക്കും? അങ്ങനെ വിളിക്കാറുണ്ട്. പിന്നെ
വളരെ വിരലിൽ എണ്ണാവുന്ന ചിലരാണെങ്കിൽ എന്നെ മെഹർജാൻ എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ തൊപ്പി അങ്ങനെ വിളിക്കണ്ട. എങ്ങനെയുണ്ട്? പിന്നെ തൊപ്പി ഇതിനകത്ത് ഈജിപ്തിൽ നിന്ന് വളർന്ന സാധനങ്ങളൊന്നും ഇല്ല. ഇല്ല, ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ട് നിക്കുമ്പോ എന്റെ അറിയാണ്ട് എന്റെ വായിന്ന് വന്നു പോയതാടാ. എന്റെ പൊന്നോ. ഡിഫൻഡർ ആണോ ബാക്കിന്ന് വരുന്നത്? ഞാൻ നിസ്കരിക്കാറുണ്ട്. ഓ, സുബൈ എണീക്കലില്ല. ഡിഫൻഡർ വരുന്ന ബാക്കിന്ന്. സുബൈ എണീക്കില്ല. ഡിഫൻഡറിനെ സുബൈ പിടിക്കണം. ഇല്ലടാ, സുബൈ എണീക്കൂല. സുബൈ വേറെ ഡിഫൻഡർ ഇഷ്ടം? ആ ഡിഫൻഡർ അടിപൊളിയല്ലേ. തൊപ്പി പയ്യെ പോയാൽ മതി. എനിക്ക് സ്പീഡ് കുറച്ച് പേടിയാ. ആണോ? ഇതെനിക്ക് അറിയില്ലായിരുന്നു. ആദ്യം പറയണ്ട മോളെ. ഇല്ല, പയ്യെ പോയാൽ മതി, പയ്യെ മതി. വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നോക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാവും അറിയാം. എന്റെ ഉമ്മാക്കും അപ്പൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ. അനിയനും അനിയത്തിണ്ട്. എന്നാലും ഉപയോഗമുള്ളത് എന്നെ കൊണ്ട് മാത്രമേ ഉള്ളൂ. അല്ല, ഉപയോഗമുള്ളത് എന്നെ കൊണ്ട് മാത്രമേ ഉള്ളൂ. എടാ ഇത് പൊന്നിവനെ ഇവിടെ ഇതിനകത്ത് എയർ ബാഗ് ഒക്കെ ഇല്ലേ? നീ എന്താ പറയുന്നത്? ആരാ ഓടിക്കുന്ന? നീ മറന്നുപോയാ? ആരാ ഓടിക്കുന്നെന്ന്? ഏത് ഡിഫൻഡറാടാ നമുക്ക്? ഡിഫൻഡറെ കിട്ടൂല. ആരാ പറഞ്ഞത്? ഇപ്പൊ എന്തായി? ഈ ഗെയിം കളിച്ചിട്ടാണോ വണ്ടി ഓടിക്കാൻ പഠിച്ചത്? ഞാൻ പ്രോപ്പറായിട്ട് വണ്ടി ഓടിക്കാൻ എക്സ്പീരിയൻസ് ആയത് എനിക്ക് ഗെയിമിലെ സ്റ്റിയറിംഗ് വെച്ചിട്ടാണ്. അത് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഡ്രൈവിംഗ് ഓടിക്കാൻ. അത് അടിപൊളിയാ. കാരണം ലോജിടെക്കിന്റെ ആ ഒരു സ്റ്റിയറിംഗ് ഉണ്ട് എൻ്റെ ഉള്ളത്. അത് ഭയങ്കര റിയൽ ലൈഫിനെ ഇതുപോലെ ഡിസൈൻ ചെയ്ത ഒരു സ്റ്റിയറിംഗ്. ഞാനേ ബാങ്കിൽ പെട്ടെന്ന് പോയിട്ട് വരാം. ആരാ വണ്ടി ഇരിക്കുന്നേ? ശരി ഗൈസ്, അപ്പൊ തൊപ്പി ബാങ്കിൽ പോയിട്ട് വരും. തൊപ്പി മടങ്ങി വന്നിട്ട് നമുക്ക് പിന്നെ കാണാം. വേറെ എന്തോ തരാനുണ്ടോ? എന്താ? നിലം മാറ്റാനാ?